Thank you, Jesus. Thank you, Jesus. Thank you, Holy Spirit. Thank you, Holy Spirit. നമുക്കൊരു വാക്യം വായിക്കാം. പുറപ്പാട് 13:13. എന്നാൽ കഴുതയുടെ കടിഞ്ഞൂലിനെയൊക്കെയും ആട്ടിൻകുട്ടിയെ കൊണ്ട് വീണ്ടുകൊള്ളണം. അതിനെ വീണ്ടു കൊള്ളുന്നില്ലെങ്കിൽ അതിൻ്റെ കഴുത്ത് ഒടിച്ചു കളയണം. താങ്ക് യു ജീസസ്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ദിവസന്നിധിയിൽ വന്നത് സന്തോഷമുള്ളവരെല്ലാം നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. നല്ലൊരു ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധി വന്നു കഴിഞ്ഞാൽ നല്ലത്, ഏറ്റവും നല്ലത് കൊടുക്കണം. മേൻ, നിങ്ങൾ ചലിക്കാതിരിക്കല്ലേ. ജീവനുള്ളതൊക്കെ ചലിക്കും. നമ്മൾ വലിയൊരു ജീവനാ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തിലുള്ളവരുടെ ജീവനല്ല നമ്മുടെ മേൽ വ്യാപരിച്ചേക്കുന്നത്, ലോകത്തെ ജയിച്ചവന്റെ ജീവനാ വ്യാപരിച്ചേക്കുന്നത്. അപ്പൊ ഈ ചലനമൊന്നും പോരാ, നല്ലോണം നമ്മൾ ചലിച്ചുകൊണ്ടേയിരിക്കണം. കർത്താവ് ആഗ്രഹിക്കുന്നതും നമ്മളെ അതാണ്. കർത്താവ്, ഞാൻ വിശ്വസിക്കുന്നു, കർത്താവ് ഫോക്കസ് ചെയ്യുന്ന എപ്പോഴും ചലിക്കുന്ന ഒരു തലമുറയാണ്. കർത്താവിനെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന, ഇല്ലെങ്കിൽ ചലിക്കാത്ത ഒരു കൂട്ടത്തെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനിയൊരു കാലഘട്ടത്തിൽ ഒരു തലമുറ എഴുന്നേൽപ്പിക്കണമെങ്കിൽ അത് നമ്മുടെ തലമുറയാണെങ്കിലും ഇനി പുറത്തെ ആണെങ്കിലും നമ്മൾ ചലിക്കുക തന്നെ വേണം. ചലിക്കാത്തിടത്തോളം കാലം കർത്താവിന് നമ്മളെ ഉപയോഗിക്കാൻ കഴിയത്തില്ല. യെസ്, ലാൽ ബ്രാബ ഷേഥേരേബേര്. നമ്മൾ യേശു ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ക്വാളിഫൈഡ് ആയിട്ടുള്ള ആരെയും തിരഞ്ഞെടുത്തിട്ടില്ല, മടിയന്മാരെയും തിരഞ്ഞെടുത്തിട്ടില്ല, നല്ല അടിപൊളി മുക്കുവന്മാരെയാ തിരഞ്ഞെടുത്തത്. എനിക്ക് മുക്കുവന്മാരുടെ സ്വഭാവം അറിയാം, എനിക്കറിയാവുന്നവരുണ്ട്. ഭയങ്കര അധ്വാനമാണ്. അധ്വാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ രാവിലെ തൊട്ട് രാത്രി വരെ അവർ അധ്വാനിക്കും. കർത്താവിനറിയാം അധ്വാനിക്കുന്നവരെയാണ് വേണ്ടുന്നത്. മടിയന്മാരെ കൊണ്ട് കർത്താവിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ക്വാളിഫിക്കേഷൻ ഉള്ളവരെ കൊണ്ടും കർത്താവിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇന്നിവിടെ അധ്വാനിക്കുന്ന ആരെങ്കിലും കയറി വന്നിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന് വേണ്ടി അധ്വാനിക്കാൻ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, കർത്താവ് പറയുന്നു, നിന്നെ ഉപയോഗിക്കുന്ന ഒരു സീസൺ. ലാൽ ബ്രാബ ഷേഥേരേ പേര്. പിന്നെ ഞാൻ സഹിച്ചാൻ ഇങ്ങനെ ഇന്നൊരു മെസ്സേജ് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇന്നലെ പ്രാർത്ഥിക്കുകയായിരുന്നു. പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് കർത്താവ് ആദ്യം തന്നെ ഫസ്റ്റിലെ ഇടപെട്ട ഒരു സംഭവം എന്ന് വെച്ചാൽ, കർത്താവ് പറഞ്ഞൊരു ഉപമയാണ്, ഒരു താലന്തിൻ്റെ ഉപമയാണ്. ഞാൻ ചിന്തിക്കുമായിരുന്നു, നമുക്കെല്ലാവർക്കും ഇപ്പം വലിയൊരു അവധിയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ജോലിയിലോട്ട് പോവുകയാണ്. 5 ദിവസവും അവധി കിട്ടിയവരുണ്ട്, 3 ദിവസവും അവധി കിട്ടിയവരുണ്ട്, 1 ദിവസം അവധി കിട്ടിയവരും ഉണ്ട്. കർത്താവ് ഉപമയിൽ പറയുന്നത്, യജമാനൻ ഒരു യാത്രയ്ക്ക് പുറപ്പെടുകയാണ്. പുറപ്പെടുമ്പോൾ യജമാനൻ തൻ്റെ ദാസന്മാരെ വിളിക്കുന്നു. വിളിച്ചിട്ട് ഒരുവന് 5 താലന്തും മറ്റൊരുവന് 2 താലന്തും ഒരാൾക്ക് 1 താലന്തും കൊടുക്കുന്നു. തിരിച്ചു വന്നിട്ട് യജമാനൻ അവരെ വിളിക്കുമ്പോൾ 5 താലന്തുള്ളവൻ അത് 10 ആക്കി കൊടുത്തു, 2 ഉള്ളവൻ 4ഉം 1 ഉള്ളവൻ അത് കുഴിച്ചു വിട്ടു. 5 ഉള്ളവനോട് കർത്താവ് പറഞ്ഞു, 5 10 ആക്കിയവനോട് കർത്താവ് പറഞ്ഞു, നീ വിശ്വസ്തനാണ്, നീ അല്പത്തിൽ വിശ്വസ്തനായോണ്ട് നിന്നെ ഞാൻ അധികത്തിൽ വിചാരകനാക്കും. 2 4 ആക്കിയവനോടും പറഞ്ഞു. 1 കുഴിച്ചിട്ടവനോട് പറഞ്ഞു, അവനെ അങ്ങ് തള്ളിക്കളഞ്ഞു, കാര്യമില്ല.
മടിയനാ. പക്ഷെങ്കിൽ അവന്റെ കയ്യിൽ ഇരുന്നതും കൂടെ ഉള്ളവന് കൊടുത്തു. ഇതാണ് ദൈവമക്കളെ, ദൈവരാജ്യത്തിന്റെ സിസ്റ്റം. അതാണ് നമ്മൾ ലോകപരമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത്, ഉള്ളവൻ ഇല്ലാത്തവനാണ് കൊടുക്കുന്നത്. നമ്മൾ ഇല്ലാത്ത ഒരാൾക്കാണ് കൊടുക്കുന്നത്. പക്ഷെ ദൈവരാജ്യത്തിന്റെ സിസ്റ്റം വേറെയാണ്. ഇല്ലാത്തവന്റെയും കൂടെ എടുത്ത് ഉള്ളവന് കൊടുത്തു കളയും. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ദൈവരാജ്യത്തിന്റെ സിസ്റ്റം അതാണെന്ന കർത്താവ് എന്നോട് പറഞ്ഞത്. നിങ്ങൾ തന്നെ സ്വയമേ, എന്നോട് പറയണ്ട, അടുത്തിരിക്കുന്ന ആരോടും നിങ്ങൾ സംസാരിക്കണ്ട, നിങ്ങൾ തന്നെ സ്വയമേ നമ്മളെ എന്നും ഒരു പ്രസംഗം എന്നുള്ള അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഹൃദയത്തിൽ ചില മാറ്റങ്ങൾ വേണം. നിങ്ങൾ തന്നെ സ്വയമേ ഒന്ന് ചിന്തിച്ചു നോക്ക്. എനിക്ക് 5 ദിവസം അവധി കിട്ടി, ഇല്ല 3 ദിവസം കിട്ടി. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം ദൈവമക്കളെ, എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. ഈ ദിവസങ്ങളിലൊക്കെ രോഗത്തിലായി, പ്രശ്നങ്ങളായി, ആശുപത്രി കിടക്കുന്ന എത്ര പേരെ അറിയാമെന്നറിയോ? വീട്ടിൽ സമാധാനമില്ലാതെ ദാരിദ്ര്യത്താൽ കിടക്കുന്ന എത്ര പേരെ അറിയാമോ? അവർക്കൊന്നും ഇല്ലാത്ത പ്രശ്നം എന്നെയും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ആരോഗ്യത്തോടെ കർത്താവ് നിർത്തി. ഒന്ന് ആശുപത്രി പോലും കയറേണ്ട അവസ്ഥ വന്നിട്ടില്ല. ഒരു നേരം പോലും ഇവിടെ ഉള്ള ആരും പട്ടിണി കിടന്നിട്ടുമില്ല. നിങ്ങൾ സ്വയമേ ഒന്ന് ചിന്തിച്ചു നോക്ക്. നിന്റെ താലന്ത് നീ എന്തുപയോഗിച്ചു? നിന്റെ താലന്ത് നീ മാളിക്കറങ്ങാൻ ഉപയോഗിച്ചോ? നിന്റെ താലന്ത് നീ ബീച്ചിൽ പോവാൻ ഉപയോഗിച്ചോ? എത്ര പേർ ആ നല്ല കർത്താവിന് വേണ്ടി ഉപയോഗിച്ചു? നിങ്ങൾ സ്വയമേ ചിന്തിക്കണം. നിങ്ങൾ ആരെയും ബോധിപ്പിക്കണ്ട, എന്നെ ബോധിപ്പിക്കണ്ട, അടുത്തിരിക്കുന്ന ആരെയും ബോധിപ്പിക്കണ്ട. നിങ്ങൾ സ്വയമേ കർത്താവുമായിട്ട് ഡീൽ ചെയ്തോണം. നിനക്ക് കിട്ടിയതിനെ നീ എന്തുപയോഗിച്ചു? നമ്മൾ ഈ പാടുമ്പോഴൊക്കെ പറയും, നടത്തിയ വീതങ്ങളോർത്താൽ. മക്കളെ, പാടാനൊക്കെ എളുപ്പമാണ്. ഇത് സഭയിൽ നിന്ന് പാടിയിട്ട്, നടത്തിയ വിധങ്ങൾ പറഞ്ഞു പാടിയിട്ട്, പുറത്ത് വേറെ രീതിയിൽ നടന്നിട്ട് കഥയില്ല. ഈ പാടാനൊക്കെ ആണെങ്കിൽ അങ്ങനെ വല്ല സെറ്റപ്പിനാണെങ്കിൽ വല്ല ചിത്രയോ യേശുദാസിനെയൊക്കെ കൊണ്ടുവന്ന് ഇവർ അതിനെക്കാട്ടി അടിപൊളി പാടും. കർത്താവിന് വേണ്ടുന്നത് നിന്നെ നടത്തിയ വിധങ്ങളെ ഓർത്ത് നീ ആ വഴിക്ക് നടക്കണം. ആ വഴിക്ക് നടക്കണം. ഇല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം, നിനക്ക് കിട്ടിയ താലന്തും കൂടെ നിന്റെയും കൂടെ എടുത്ത് അടുത്തവന് കൊടുക്കും. പിന്നെ പ്രശ്നമാച്ച, പിന്നെ വിഷയമാ. അച്ഛ ഒന്ന് പ്രാർത്ഥിക്കണേ, ആർക്കുമില്ലാത്ത വിഷയമാണ്. ഇതൊന്നും പറഞ്ഞിട്ട് കഥയില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? നിങ്ങൾ എന്നോട് പിണങ്ങിയാലും കുഴപ്പമില്ല. ഞാൻ വെറുതെ ബോധമില്ലാതെ ഇവിടെ വന്ന് സംസാരിക്കുമല്ല. വ്യക്തമായ പരിശുദ്ധാത്മാവിന്റെ ബോധ്യത്തോടെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയാം, നിനക്ക് കിട്ടിയ താലന്ത് ഈ ദിവസങ്ങളിൽ ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് നിങ്ങളോട് ഒരു ദൂത് പറയാം. നീ നിന്റെ താലന്തിനെ നീ ഉപയോഗിച്ചെങ്കിൽ നിനക്ക് പുതിയത് എവിടുന്ന് വരാൻ പോവുകയാണ്. നിനക്ക് 5 കിട്ടിയത് 10 ആക്കിയിട്ടുണ്ടെങ്കിൽ കർത്താവ് 10ൽ നിന്നും ചിലത് നീ അധ്വാനിക്കാത്ത ചിലത് മടിയന്മാരിൽ നിന്നും എവിടുന്നോ നിന്റെ മേൽ വന്ന് ചേരാൻ പോവുകയാണ്. ഈ നമ്മളിപ്പം വായിച്ചൊരു വേദഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറപ്പാടിലാണ്. ഇന്ന് അത് ചിന്തിച്ചപ്പോൾ തന്നെ ഒരു
ഞാൻ അതുകൊണ്ട് വന്നപ്പോൾ തന്നെ സച്ചിൻ ബ്രദറും പുറപ്പാട് കൊണ്ടാണ് വന്നത്. എല്ലാം കണക്റ്റഡ് ആണ്. അപ്പം ഞാൻ നിങ്ങളോട് പറയാം, ഒരു മാനസാന്തരത്തിന് ഒരുങ്ങിക്കോ. നിങ്ങളൊരു മാനസാന്തരത്തിന് ഒരുങ്ങിക്കോ. ഇന്ന് വരെ എന്തെന്നുള്ള നീ ചിന്തിക്കണ്ട. ഇന്ന് വരെ എങ്ങനെ കയറിയെന്ന് നീ ചിന്തിക്കണ്ട. ഞാൻ നിങ്ങളോട് പറയാം, ഇന്ന് നിനക്ക് ദൈവസന്നിധി വന്നിട്ടുണ്ടെങ്കിൽ, ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ മാത്രമുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. 24 hours നിനക്ക് വേണ്ടി ഓപ്പൺ ആയി കിടക്കുന്ന ഒരു കൃപാസനമുണ്ട്. ഇന്ന് നീ ഇവിടെ നിന്ന് പറയുകയാണ്, പറ്റിപ്പോയി അപ്പാ, ചില മേഖലകളിൽ എനിക്കൊരു മാനസാന്തരം ആവശ്യമുണ്ട്. ഇന്ന് മുതൽ എനിക്ക് കിട്ടിയ താലന്തിനെ ഞാൻ ഉപയോഗിക്കുവാണെന്ന് പറയുവാണെങ്കിൽ, നിനക്കൊന്ന് ആ കർത്താവിനെ ഒന്ന് നീ പരിശുദ്ധൻ എന്ന് പറഞ്ഞ് നിനക്കൊന്ന് ആരാധിച്ച് കേറാൻ പറ്റുകയാണെങ്കിൽ, നിനക്ക് കേറാൻ പറ്റുവാണെങ്കിൽ നീ ഒന്ന് കേറിക്കോ. ഇന്ന് ഏതെങ്കിലും മേഖലകളിൽ നീ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയാം, നിന്റെ തീരുമാനത്തെ ഇന്ന് ഉറപ്പിക്കുന്ന ദിവസമാണ്. ഇനി നീ പുറകോട്ട് പോകത്തില്ല. നീ ദൈവരാജ്യത്തിന് വേണ്ടി, നിന്നെ നിർത്തിയ സഭയ്ക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി നീ പ്രയോറിറ്റി കൊടുത്ത്, ദൈവത്തിന് വേണ്ടി നീ സമയത്ത് വായിച്ച വാക്യം പുറപ്പാടിൽ നിന്നാണ്. എന്നാൽ കഴുതയുടെ കടിഞ്ഞൂലിനെ ഒക്കെയും ഒരാട്ടിൻകുട്ടിയെ കൊണ്ട് വീണ്ടുകൊള്ളണം, ഇല്ലെങ്കിൽ ആ കഴുതയുടെ കഴുത്ത് ഒടിച്ചു കളയണം. ഇന്ന് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഇന്ന് ഒടിച്ചു കളഞ്ഞതിനെ കർത്താവ് നിവർത്താൻ പോവുകയാണ്. എല്ലാ മൃഗങ്ങളും ലിസ്റ്റിൽ കയറി, എല്ലാ മൃഗങ്ങളും ലിസ്റ്റിലുണ്ട്. ഒരൊറ്റ കഴുതയുടെ ഒരു മൃഗത്തിന്റെ ഒരു കൂട്ടം മാത്രം ലിസ്റ്റിൽ നിന്ന് തള്ളപ്പെട്ടു കളഞ്ഞു. ഇന്ന് കർത്താവ് എന്നോട് പറയാൻ പറഞ്ഞ ദൂത്, തള്ളപ്പെട്ടതിനെ ഞാൻ തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. ഏതെങ്കിലും മേഖല നീ തള്ളപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും മേഖല നീ കഴുത്തു കുനിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവ് എന്നോട് പറയുന്നു, നിന്നെ ഇന്ന് തിരിച്ചു പിടിക്കാൻ പോകുന്ന സീസണാണ്.
കർത്താവ് എന്നോട് പറഞ്ഞു, എനിക്കിതിന്റെ ഒരു കണക്ക് തീർക്കാനുണ്ട് മോനെ. കർത്താവ് എന്നോട് പറഞ്ഞു, ഓക്കെ, കഴുത്തൊടിച്ചു, ശരി, എല്ലാരും മാറ്റി നിർത്തി, എല്ലാരും അവനെ തള്ളിക്കളഞ്ഞു, മാനിക്കേണ്ട ഒരു മാന്യത ലഭിച്ചില്ല. എനിക്കിതിന്റെ ഒരു കണക്ക് തീർക്കാനുണ്ട്. പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ടുവന്നത് ന്യായാധിപന്മാരുടെ പുസ്തകത്തിലോട് ശിംശോന്റെ അടുത്തോട്ടാണ് പോകുന്നത്. ശിംശോനെ പിടിച്ചു കെട്ടി ഫെലിസ്ത്യരുടെ മുമ്പിൽ കൊടുക്കുകയാണ്. ശിംശോന് ആയിരങ്ങളെ കൊല്ലാൻ പോവുകയാണ്. ശിംശോൻ കൊല്ലാൻ പോകുന്നത് വാളുകൊണ്ടല്ല, ശിംശോൻ കൊല്ലാൻ പോകുന്നത് കുന്തം കൊണ്ടല്ല. കർത്താവിന് ഒരു കണക്ക് തീർക്കാനുണ്ട്. അതിന്റെ മുന്നിൽ പുറപ്പാടിൽ കഴുത്തൊടിച്ചതിനെ കൊണ്ട് തന്നെ പച്ച കഴുതയുടെ താടി എല്ലുകൊണ്ട് ഓടിച്ച് കളയുന്നതിനെ കൊണ്ട് തന്നെ എനിക്കൊരു ഹിസ്റ്റോറിക്കൽ മൂവ്മെന്റിലോട്ട് കുന്നൊന്ന്, കുന്ന് രണ്ട്, ആയിരങ്ങളെ ശിംശോൻ സംഹരിച്ചു. ഒരായുധവും മറ്റില്ലാഞ്ഞിട്ടല്ല, കർത്താവിന് കണക്ക് തീർക്കേണ്ടത് ഓടിച്ചു കളഞ്ഞ കഴുതയുടെ താടിയെല്ലാം കൊണ്ട് തന്നെയാണ്. കർത്താവ് എന്നോട് പറയുന്നു, നീ തള്ളി കളഞ്ഞിട്ടുണ്ടെങ്കിൽ, നീ നിങ്ങളാരെങ്കിലും മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ, നിന്നെ അതേപോലെ ഒരു ഷാർപ്പ് ഷൂട്ടറാക്കി. കർത്താവ് നിന്നെ ഉപയോഗിക്കുമ്പോ ചെറിയ രീതി ഉപയോഗിക്കത്തില്ല. കർത്താവ് നിന്നെ ഉപയോഗിക്കുമ്പോ ചെറിയ രീതി ഉപയോഗിക്കത്തില്ല, ഒരു ഷാർപ്പ് ഷൂട്ടറാക്കി. ശിംശോൻ ചെയ്തതിൽ ആയിരങ്ങളെ കൊന്ന് ഹിസ്റ്റോറിക്കൽ മൂവ്മെന്റ് കയറിയെങ്കിൽ, അത് കഴുതയുടെ താടിയല്ലാണെങ്കിൽ നിന്നെ കൊണ്ട് തന്നെ കർത്താവിന് ചിലത് ചെയ്യിപ്പിക്കാനുണ്ട്. പ്രാപിക്കാൻ വന്നവർ ഇന്ന് പ്രാപിച്ചോണ്ടേ പോത്തുള്ളൂ. ഞാൻ ആ വേദഭാഗം വായിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഫെലിസ്ത്യര് ശിംശോനെ പിടിക്കാൻ വരികയാണ്. അപ്പോൾ അവരാദ്യം മീറ്റ് ചെയ്യുന്നത് ശിംശോനെ അല്ല, അവരാദ്യം മീറ്റ് ചെയ്യുന്നത് യഹൂദന്മാരെയാണ്. അവരുമായിട്ടുള്ള മീറ്റിങ്ങിന് ശേഷമാണ് ശിംശോനെ കാണാൻ പോകുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? നിങ്ങൾ ഇനി എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ യഹൂദന്മാർ ശിംശോനോട് വന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, നീ എന്ത് പണിയാ കാണിച്ചേ? ഫെലിസ്ത്യര് നമ്മളെ വാഴുന്നു, അവരുമായിട്ട് പോയി പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമുണ്ട്, നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. നിന്നെ ഞങ്ങൾ അവർക്ക് ഇട്ടു കൊടുക്കാൻ പോവുകയാണ്. ഞാൻ ശ്രദ്ധിച്ച, പരിശുദ്ധാത്മാവ് എന്നെ കാണിച്ച മെയിനായിട്ടുള്ള ഒരു സംഭവം ശിംശോൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മുടെ കാഴ്ചപ്പാടി നോക്കിയാൽ ശിംശോൻ ഭയപ്പെടേണ്ടത് ഫെലിസ്ത്യരെയാണ്. കാരണം ശക്തിയിൽ, പവറിൽ അവരാണ് നിൽക്കുന്നത്. അവരാണ് ശിംശോനെ പിടിച്ചു കെട്ടാനും വന്നിരിക്കുന്നത്. ശിംശോന്റെ കൂടുള്ളവർ ഭയപ്പെട്ടു നിൽക്കുകയാണ്. പക്ഷെ ശിംശോൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അതല്ല. ശിംശോൻ പറഞ്ഞത്, നിങ്ങൾ എന്നെ കൊല്ലുകയില്ലെങ്കിൽ കുഴപ്പമില്ല, എന്നെ അങ്ങോട്ട് ഇട്ട് കൊടുത്തോ. പെട്ടെന്ന് മനസ്സിലാവത്തില്ല. നിങ്ങൾ, എന്റെ കൂടുള്ള നിങ്ങൾ എന്നെ കൊല്ലുകയില്ലെങ്കിൽ, കൂടെ നിൽക്കുന്നവർ ബലഹീനരാണ്. പക്ഷെ അവരോട് പറയണേ, നിങ്ങൾ എന്നെ കൊല്ലുകയില്ലെങ്കിൽ നിങ്ങളെ അവർക്ക് ഇട്ട് കൊടുത്തോ, ശക്തന്മാരുടെ അടുത്ത് ഇട്ട് കൊടുത്തോളാൻ പറഞ്ഞു. കർത്താവ് എന്നോട് ഇവിടെ പറയാൻ പറഞ്ഞൊരു കാര്യം, കർത്താവ് എന്നോട് പറയാൻ പറഞ്ഞ കാര്യം, നീ അഭിഷേകം ചുമക്കുന്നവനാണോ? നീ ഒരു പ്രാർത്ഥനാ ജീവിതത്തെ നീ നയിക്കുന്നവനാണോ? ഇന്ന് നീ ഭയപ്പെടേണ്ടിയ പുറത്തുള്ളതിനെയല്ല, നിന്റെ കൂടുള്ളതിനെ നീ ഒന്ന് ശ്രദ്ധിക്കാൻ പറയുന്നു. എനിക്കറിയത്തില്ല ഇത് ആരോടുള്ള ദൂതാണെന്ന്. നിന്റെ അഭിഷേകത്തെ ചോർത്താൻ നിന്റെ കൂടുള്ളതിനെ നീ ആദ്യം ഭയപ്പെടണം. നിന്റെ കൂടുള്ളതിനെ ഭയപ്പെടണം. പുറത്തുള്ളതിനോട് നീ അടിച്ചു നിൽക്കും, പുറത്തുള്ളതിനെ നീ ആത്മമണ്ഡലത്തിൽ വെട്ടും. പക്ഷെ കൂടുള്ളതിനെ നീ ചോരാതെ നീ ശ്രദ്ധിച്ചോണം. അത് ഏത് മേഖലയിലാണോ അത് നീ അടയ്ക്കാനുള്ളത് അടച്ചോണം. ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങളൊരു തെറ്റിദ്ധാരണയിലോട്ട് പോകല്ലേ. നിങ്ങളൊരു സഹോദരനെ സ്നേഹിക്കണ്ടെന്നോ അയലോക്കക്കാരെ സ്നേഹിക്കണ്ടെന്നോ ഒന്നുമല്ല ഞാൻ പറഞ്ഞേ. എല്ലാരെയും സ്നേഹിക്കണം.
പക്ഷെ നീ പ്രാപിച്ച അഭിഷേകത്തെ അതിന് ലീക്കേജ് വരുന്ന ഒരൊറ്റ പരിപാടിക്ക് നീ കൈ കൊടുത്തേക്കല്ലേ. ലാൽ ബ്രാബ ഷേക്കേട്ടേലെ റോസ് മാക്കാല റോഘോഷേക്കേട്ടെ. അതാ ശിംശോൻ പറഞ്ഞേ, നിങ്ങളെന്നെ കൊല്ലായിരുന്നു വെച്ചാൽ മതി, പുറത്തുള്ള കാര്യം ഞാൻ ഡീൽ ചെയ്തോളാം. കൂടുള്ളവനെ ആദ്യം ശ്രദ്ധിച്ചോണം. സ്നേഹിച്ചോ, കൊണ്ടു നടന്നോ, പക്ഷേ എങ്കിൽ കർത്താവുമായിട്ടുള്ള ബന്ധത്തെ അകറ്റുന്ന ഒരൊറ്റ വിഷയത്തിന് കൈ കൊടുക്കാതിരിക്കാമോ? ലാൽമാർ ശിംശോനെ അങ്ങനെ അവർ ഡീൽ ചെയ്തു, കൊല്ലത്തില്ലെന്ന് ഡീൽ ചെയ്തതിന് ശേഷം ശിംശോന്റെ കരങ്ങള് കെട്ടിയെന്നാണ് പറഞ്ഞത്. കരങ്ങള് പുതിയ 2 കയർ കൊണ്ട് കെട്ടിയതിന് ശേഷം നേരെ ഫെലിസ്ത്യരുടെ മുമ്പിലോട്ട് ഇട്ട് കൊടുക്കുന്നു. ഇന്നലെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ വരെയും ഞാൻ ചിന്തിച്ചൊരു, ഇല്ലെങ്കിൽ എനിക്കറിയാവുന്ന കാര്യം, ഏലിയാവ് തീ ഇറക്കിയ കഥയൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഒരു പേപ്പർ കത്തണമെങ്കിൽ തീ വേണം. സമ്മതിക്കുന്നോ? ഇതൊന്ന് കരിയണമെങ്കിൽ തീ വേണം. ഞാൻ ഇന്നലെ വരെയും ചിന്തിച്ചത്, രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഏലിയാവാണ് ആദ്യം തീ ഇറക്കിയെന്ന്. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, അല്ല മോനെ, നീ അവിടെ നിൽക്കേ, ഇത് ഇന്നലെ വരെ നിനക്കറിയാവുന്ന കാര്യമാണ്. ഞാൻ നിന്നോടൊരു കാര്യം പറയാം. ആദ്യം അഭിഷേകത്തെ തീ ഇറക്കിയത് ശിംശോനാണ്. ലാൽ ബ്രാബ ഷേക്കേട്ടെ. എനിക്കറിയത്തില്ല, എനിക്ക് എത്ര പേർക്ക് ഇത് പിടികിട്ടുമെന്ന് അറിയത്തില്ല. എടാ, പച്ച കയറ് വെച്ച് കൈ കെട്ടിയേക്കുവാണ്. ശിംശോൻ ഫെലിസ്ത്യരുടെ മുമ്പിലോട്ട് ചെല്ലുമ്പോൾ അവന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു, അഭിഷേകം അവന്റെ മേൽ വന്നു. കൈ കെട്ടിയ കയറ് ചാണ നൂൽ പോലെ കരിഞ്ഞെന്നാണ് പറഞ്ഞത്. കരിയണമെന്നുണ്ട് തീ വേണം. ആദ്യം ഇറക്കിയത് ഏലിയാവാണെന്നാ ഞാൻ ചിന്തിച്ചേ. അല്ല, അഭിഷേകമുള്ളവൻ ഇനിയും ഫ്രണ്ടിലുണ്ട്. അവന്റെ ലിസ്റ്റ് കഴിഞ്ഞിട്ട് അടുത്തോളം വരുന്നത്. ഞാൻ ഇന്ന് നിങ്ങളോടൊരു കാര്യം പറയാം. ഫിസിക്കലി നീ ഒരു തീ കാണുന്നില്ലായിരിക്കും, നിന്റെ നഗ്ന നേത്രം കൊണ്ട് നീ ഒരു തീ കാണുന്നില്ലായിരിക്കും, പക്ഷെ അഭിഷേകം ചുമക്കുന്ന ഏതെങ്കിലും വ്യക്തിയുണ്ടോ? ഞാൻ ഇന്ന് നിന്നോട് പറയാം, നീ ഒരു ഫയറാ. നിന്റെ മേലൊരു അഗ്നി, അഭിഷേകം ചുമക്കുന്നവനാണോ? ലോകക്കാർക്ക് കാണാൻ പറ്റാത്തൊരു അഗ്നി. എന്നോട് കർത്താവ് 2 കാര്യം 2 വേട് ഇവിടെ ഇടാൻ പറഞ്ഞു. 2 വേട്. ഇത് എല്ലാവർക്കും ഉള്ള ദൂതല്ല, എല്ലാരും പിടിക്കാനും നിക്കല്ലേ. ഇത് അടുത്ത സീസണിൽ കേറാൻ പോകുന്നവനുള്ള സംഭവമാണ്. കർത്താവിനോട് പറയാൻ പറഞ്ഞു. ശിംശോൻ ഒരു തീ കണ്ടു. ശിംശോന്റെ മേൽ അഭിഷേകത്താൽ ഒരു അഗ്നി കത്തി കയർ പൊട്ടി. ശിംശോൻ എതിരെ നിന്ന എല്ലാ ശത്രുക്കളെയും, എല്ലാ ഫെലിസ്ത്യരെയും കൊന്നു. അവനൊരു ജയമുണ്ടായി. ഏലിയാവ് സ്വർഗത്തിൽ നിന്ന് ഒരു തീ ഇറക്കി. തീ കണ്ടതിന് ശേഷം അവൻ ചുറ്റിനും നിന്ന് എല്ലാ ബാലിന്റെ പ്രവാചകന്മാരെയും കൊന്നു. കർത്താവ് എന്നോട് ഇവിടെ പറയാൻ പറഞ്ഞ കാര്യം, അഭിഷേകം ചുമക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ ഇന്ന് അവരോട് പറ, അവർ നീ ദൂതിനെ പ്രാപിച്ചോളും. നിന്റെ മേലൊരു തീ ഉണ്ടെങ്കിൽ, നിന്റെ മേലൊരു അഭിഷേകത്തിന്റെ അഗ്നി ഉണ്ടെങ്കിൽ, നിനക്ക് വേണ്ടി ഒരു ജയക്കൊടി ഉയരാൻ പോവുകയാണ്. ശിംശോൻ ഒരു തീ കണ്ട് ജയിച്ചെങ്കിൽ, ഏലിയാവ് ഒരു അഗ്നി കണ്ട് ജയിച്ചെങ്കിൽ, അഭിഷേകത്തിന്റെ അഗ്നി കൊണ്ട് നീ നടക്കുകയാണെങ്കിൽ നിന്റെ മേലൊരു ജയക്കൊടി.
നിനക്ക് പ്രാപിക്കാൻ കഴിയുമെങ്കിൽ മാത്രം പ്രാപിച്ചാൽ മതി. രണ്ടാമത് ഇടാൻ പറഞ്ഞൊരു കാര്യം, മോശ ഒരു തീ കണ്ടു. അന്ന് വരെ ഒരു ലിമിറ്റഡ് ഏരിയയിലാൽ മോശ നിന്നിട്ടുള്ള പിടിച്ചു നിർത്തിയേക്കുക. ഹോരേബിൽ ഒരു തീ കണ്ടപ്പോ മോശ അടുത്ത സീസണിലോട്ട് കേറുവാണ്, ദൈവത്തിന്റെ പ്ലാനിലോട്ട് കേറുവാണ്. അപ്പർ റൂമിൽ ഇരുന്ന് കുറെ ശിഷ്യന്മാർ പ്രാർത്ഥിക്കുവാണ്, 120 പേർ പ്രാർത്ഥിക്കുവാണ്, മാളിക മുറിയിരുന്ന് പ്രാർത്ഥിക്കുവാണ്. അന്ന് വരെ അവർ ഒരു ഏരിയ മാത്രമാണ് ഒതുങ്ങിക്കൊണ്ടിരുന്നത്. അവരൊരു തീ കണ്ടപ്പോൾ അവരും പുറപ്പെട്ടു. അഗ്നി കൊണ്ട് നടക്കുന്നവരോട് ഞാനൊരു കാര്യം പറയാം, നിന്റെ പുറപ്പാടിന്റെ സീസൺ, നിന്റെ പുറപ്പാടിന്റെ സീസൺ. നീ ഇനി ഒതുങ്ങി നിൽക്കത്തില്ല, നിന്നെ ഒരു പിശാച് ഒതുക്കത്തില്ല. നിന്നെ പുറപ്പെടുവിക്കാൻ സമയമായെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആരോടൊക്കെ പറയുന്നു. നിന്നെ പുറപ്പെടുവിക്കാൻ സമയമായി. നിന്നെ അടുത്ത സീസണിൽ കർത്താവ് ഉപയോഗിക്കുമെന്ന് ഞാൻ പ്രാർത്ഥിച്ചോണ്ടിരുന്നപ്പോ കർത്താവ് എന്നോട് പറഞ്ഞ കാര്യം, ഇസ്രായേൽ മക്കളെ മന്നയും കാടപ്പശിയൊക്കെ കഴിച്ചോണ്ട് നടന്നു. അന്നെന്നുള്ളത് കഴിച്ചു, അവർ നടന്നു പൊയ്ക്കൊണ്ടിരിക്കുവാണ്. പക്ഷെങ്കിൽ അവർ എല്ലാവരും എല്ലായിടത്തും എത്തിയില്ല. ബ്രദറെ, കുറച്ചും കൂടെ വില കൊടുക്കുകയാണെങ്കിൽ ആരും കാൽ ചവിട്ടാത്തടുത്ത് ഇത് പ്രാപിക്കാൻ പറ്റുമെങ്കിൽ പ്രാപിച്ചാൽ മതി. കർത്താവ് പറഞ്ഞാണ്, കുറച്ചും കൂടെ വില കൊടുക്കാമെങ്കിൽ ആരും കാൽ ചവിട്ടാത്ത ചില കനാൻ ദേശം, ചില പ്രോമിസ് ലാൻഡുകൾ ഓപ്പൺ ആവുന്ന എന്നും ഒരു കാളെ കൊണ്ട് എന്നും ഒരു മണ്ണെ കൊണ്ട് അന്നെന്നുള്ളത് കൊണ്ട് ഒതുക്കാൻ കർത്താവ് ഉദ്ദേശിക്കുന്നില്ല. വില കൊടുക്കാൻ തയ്യാറാവുള്ളവർ നമുക്ക് ആ ഭാഗത്തിലോട്ട് തിരിച്ചു വരാം. എന്നെ പുറപ്പാടിൽ നിന്നും ശിംശോന്റെ അടുത്ത് കൊണ്ടുപോയി. ഞാൻ വിചാരിച്ചു കണക്ക് അവിടെ കൊണ്ട് തീർന്നെന്ന്. കർത്താവ് അവിടെ കൊണ്ട് കണക്ക് തീർത്തെന്നാ ഞാൻ വിചാരിച്ചേ. പുതിയ നിയമത്തിലോട്ട് പിന്നെ എന്നെ കൊണ്ടുപോയി. കർത്താവ് പറഞ്ഞൊരു കാര്യം, അന്ന് ആ പുറപ്പാടിൽ കഴുതയുടെ പേര് മാത്രം ലിസ്റ്റ് ഔട്ട് ചെയ്തു, ബാക്കി എല്ലാ മൃഗത്തിനെ ലിസ്റ്റ് കയറ്റി. പക്ഷെ പുതിയ നിയമത്തിലോട്ട് വന്നപ്പോൾ യേശു ഒരൊറ്റ മൃഗത്തിന്റെ മേളിൽ മാത്രമാണ് കയറിയെന്ന് കാണിച്ചേക്കുന്നത്. പല മൃഗങ്ങളും ഉണ്ട്, കഴിവുള്ള പല കുതിരകളും പല ആനകളും ഉണ്ട്. പക്ഷേ ഒരൊറ്റ ഒന്നിന്റെ പേര് ലിസ്റ്റ് വന്നില്ല. പുതിയ നിയമത്തിൽ യേശു യാത്ര ചെയ്യാൻ ഉപയോഗിച്ചത് അത് കഴുതയുടെ മുകളിൽ മാത്രമാണ്. കർത്താവ് കണക്ക് തീർക്കുമ്പോൾ ചെറിയ രീതിയിൽ തീർക്കത്തില്ല. ഒരൊറ്റ പേര് വന്നില്ലല്ലോ, നീ അഭിഷേകം ചുമക്കുന്നവനാണ്, നിന്റെ പേര് ആദ്യം ലിസ്റ്റിൽ കയറും. ആ വായിച്ച ഭാഗം കർത്താവ് എന്നെ ഒന്നും കൂടെ കാണിക്കുവാണ്. പുറപ്പാടി വായിച്ചത്, കഴുതയുടെ കടിഞ്ഞൂലിനെ കൊണ്ട് ഒരാട്ടിൻകുട്ടിയെ വീണ്ടെടുക്കണം, ഇല്ലെങ്കിൽ കഴുതയുടെ കഴുത്ത് ഒടിച്ചു കളയണം. ഞാൻ ആലോചിക്കുവാണ്, അന്ന് വരെ ഞാൻ ആത്മാവിൽ കണ്ട ഒരു സംഭവമാണ്. അന്ന് വരെ തല താന്നത്, തല ഒടിഞ്ഞത്, ഇന്ന് യേശു മുകളിൽ കയറി പോകുമ്പോൾ ചുറ്റിനും ഞാൻ ആലോചിക്കുവാണ്, ശതാധിപന്മാര് കാണും, പള്ളിപ്രമാണിമാര് കാണും, ഉന്നത വ്യക്തികൾ കാണും. എല്ലാവരും കണ്ടോണ്ടല്ല നിന്നത്, അവരുടെ വസ്ത്രമൂലി വഴിയിലിട്ടെന്നാ പറഞ്ഞത്. ഏറ്റവും കിട്ടാവുന്നത് ഏറ്റവും വലിയ ഹോണറോടുകൂടി കർത്താവ് ആരെയൊക്കെ എടുത്ത് ഉയർത്താൻ പോവാണ്. ചെറിയ രീതിയിൽ കർത്താവിന് ഉയർത്താൻ പറ്റത്തില്ല. നിന്നെ ഏറ്റവും വലിയ ഹോണറോടുകൂടി ചുറ്റും നിൽക്കുന്നവർ അന്ന് വരെ തല താഴ്ത്തിയത് ഇന്ന് അവരുടെ നടുക്കൂടെ തല
ഉയർത്തിക്കൊണ്ടുപോകുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. തല ഉയർത്തുന്ന ദൈവമുണ്ടെന്ന്. തല താഴ്ത്താനല്ല അവൻ നിന്നെ വിളിച്ചത്, തല ഉയർത്താൻ. പ്രമാണം വെച്ച് നോക്കുമ്പോ കഴുതയുടെ കഴുത്ത് ഒടിക്കണം. യേശു പറഞ്ഞു, വ്യാഴാഴ്ചയാ സംഭവം നടക്കുന്നേ, കഴുതയുടെ മണ്ടേ കൂടെ പോന്നേ. യേശു വൈകിട്ടൊരു തീരുമാനിച്ചു, കഴുതയുടെ തല ഒടിക്കണ്ട അച്ഛാ, ആടിനെ കൊണ്ട് തന്നെ വീണ്ടെടുത്തോളാം. കഴുതയുടെ കഴുത്ത് ഒടിക്കണ്ട. ലോകപരമായി നോക്കിക്കഴിഞ്ഞാ നമുക്ക് വേണ്ടുന്നതിനെ നമ്മൾ ചേർത്ത് പിടിക്കും, ഉപയോഗമില്ലാത്തതിനെ തള്ളിക്കളയും. പ്രയോജനമുള്ളവന്റെ തോളെ കൈയിടും, ആവശ്യമില്ലാത്തവനെ തള്ളിക്കളയും. പക്ഷെ യേശു പറഞ്ഞു, കഴുതയുടെ തല ഒടിക്കണ്ട, കുഞ്ഞാടിനെ കൊണ്ട് വീണ്ടെടുത്തോളാം. അന്ന് യേശു ഒരു കാര്യം തീരുമാനിച്ചു, ലോകത്തിന്റെ സകല പാപങ്ങളും, ലോകത്തിന്റെ സകല ശാപങ്ങളും, സകല രോഗങ്ങളും, നിന്റെ സകല ദാരിദ്ര്യം ചുമന്നുകൊണ്ട് ഒരു കുഞ്ഞാട് നിനക്ക് വേണ്ടി, ഒരു കുഞ്ഞാട് നിനക്ക് വേണ്ടി വീണ്ടെടുത്തു. അവൻ നിനക്ക് വേണ്ടി ക്രൂശിക്കൽ മരിച്ചു. അത് വിശ്വസിക്കുന്നവർ മാത്രം യേശുവെ എന്നൊന്ന് വിളിക്കുവാണെങ്കിൽ നിന്റെ മേൽ ചിലത് ഇപ്പോൾ തന്നെ വ്യാപരിക്കാൻ പോവുകയാണ്. നിന്റെ പാപങ്ങൾക്ക് വേണ്ടി, നിന്റെ ശാപങ്ങൾക്ക് വേണ്ടി, നിന്റെ ദാരിദ്ര്യത്തിന് വേണ്ടി, നിന്റെ രോഗത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് ക്രൂശിൽ കയറിയേ. ഇനി ഒരു കഴുതയുടെയും തല ഒടിയാനില്ല, കാരണം കുഞ്ഞാട് നിന്നെ വീണ്ടെടുത്തു കഴിഞ്ഞിരിക്കുന്നു. കുഞ്ഞാട് നിന്നെ വീണ്ടെടുത്തത്. ഞാൻ നിങ്ങളോട് പറയാം, ഞാൻ ഈ പറയുന്ന കാര്യമെല്ലാം ഉണ്ടല്ലോ, ഞാൻ പരിശുദ്ധാത്മാവ് പറഞ്ഞാൽ ഞാൻ പറയും, പരിശുദ്ധാത്മാവ് പറയാതെ ഞാൻ പറയത്തുമില്ല. കുഞ്ഞാട് വീണ്ടെടുത്തത് 10 വർഷവും 20 വർഷവും 50 വർഷവും ഞായറാഴ്ച പള്ളിയിൽ വന്ന് പ്രസംഗം കേട്ടിട്ട് പോവാനല്ല. കുഞ്ഞാട് നിന്നെ വീണ്ടെടുത്തിട്ടുണ്ടെങ്കിൽ കുഞ്ഞാടിന് നിന്നെ പറ്റി വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്രായേൽ മക്കൾക്ക് എന്നും മന്ന എന്നും കാടപ്പശി, എന്നും മന്ന എന്നും കാടപ്പശി, അങ്ങനെ പോയ ടീമുകളും ഉണ്ട്. പക്ഷെങ്കിൽ വില കൊടുത്തവനെ അടുത്ത റൗണ്ടിൽ കയറിയിട്ടുള്ളൂ. വില കൊടുത്തവനെ ആരും ചവിട്ടാത്തടുത്ത് പോയി ചവിട്ടിയിട്ടുള്ളൂ. ഞാൻ നിങ്ങളോട് പറയാം, കുഞ്ഞാട് വില കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നെ കർത്താവ് കാണിച്ചൊരു സംഭവം എന്ന് വെച്ചാല്, കഴുതയുടെ മുകളിൽ യേശു കയറി പോയത് ജെറുസലേമിലാണ്. ഒരു കഴുതയുടെ മുകളിൽ കയറിയിരുന്ന് പോയി കഴിഞ്ഞാല് അത് ജെറുസലേം വരെ പോകത്തുള്ളൂ. പക്ഷെ കുഞ്ഞാട് നിന്നെ വീണ്ടെടുത്താൽ ഇന്ന് കുഞ്ഞാട് കഴുതയുടെ മുകളിലല്ല, ഇന്ന് മഹത്വത്തിന്റെ പ്രത്യാശയെ യേശു നിന്റെ ഉള്ളിലാ വസിക്കുന്നത്. കർത്താവ് പറഞ്ഞു, യേശു നിന്റെ ഉള്ളിലാ വസിക്കുന്നത്. നിനക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ വിശ്വസിച്ചോ, യേശു നിന്റെ ഉള്ളിൽ വസിക്കുന്നു. ഉള്ളിൽ വസിക്കുന്നവന്റെ പ്രത്യേകത, അവൻ ഒരു യെരുശലേമിൽ മാത്രം ഒതുങ്ങത്തില്ല, അവൻ ഭൂമിയുടെ അറ്റത്തോളം, അവൻ ഭൂമിയുടെ അറ്റത്തോളം പോയി. നീ വിശ്വസിക്കാതെ വിശ്വസിച്ചോ. യേശു പറഞ്ഞു, ഞാൻ ചെയ്തതിനേക്കാൾ വലിയത്, നീ രോഗികളെ സൗഖ്യമാക്കാൻ, നീ ഭൂതങ്ങളെ പുറത്താക്കാൻ, നിന്നെ ചിലരെ കാര്യത്തിനല്ല വിളിച്ചത്. നിന്നെ ചെറിയ പരിപാടിക്കല്ല ഇന്നിവിടെ കൊണ്ടുവന്നേക്കുന്നത്, നിന്നെ ചിലതിലോട്ട് പുറപ്പെടുവിക്കാൻ. ഞാൻ പ്രാർത്ഥിക്കാൻ പോവാണ്. പിതാവേ, ഈ അഭിഷേകത്തിൽ നിന്നോണ്ട് ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവിടെ കേട്ട ദൂത് ഇവരുടെ ഹൃദയത്തിൽ ഒരു ലോഗോസ് ആയിട്ടല്ല, ഒരു റേമയായിട്ട് തന്നെ വെളിപ്പെടട്ടെ. ഇവർ ചില തീരുമാനങ്ങൾ എടുക്കട്ടെ. ഇന്നെടുക്കുന്ന തീരുമാനങ്ങൾ ഇനി മാറാതെ ഇവർ ഉറച്ച് മേൽക്കുമേൽ ശക്തി പ്രാപിച്ച് ഇവർ ഭൂമിയുടെ അറ്റത്തോളം പോയി നിന്റെ നാമത്തെ മഹത്വീകരിക്കാൻ ഉള്ള ഒരു അഭിഷേകം ഇന്ന് ഇവരുടെ മേൽ പകരുന്നതിനെ സ്തോത്രം കർത്താവേ. ഇവരൊരത്ഭുതമാക്കി മാറ്റണമേ, യേശുവിന്റെ നാമത്തിൽ തന്നെ.